ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അല്ലേ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത് റെസണൻസ് എഫക്റ്റ്. റെസണൻസ് എഫക്റ്റ് അല്ലെങ്കിൽ മീസോമറിക് എഫക്റ്റ് അഥവാ MESO മീസോമറിക് എഫക്റ്റ്. അപ്പോൾ ഈ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ ഇലക്ട്രോണുകളുടെ ഡീലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ പൈ ഇലക്ട്രോൺ നിൽക്കാതെ കറങ്ങുക. അതിനാണ് നമ്മളെന്ന് വിളിക്കൽ റെസണൻസ് എന്ന് വിളിക്കൽ അല്ലേ. കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ ആ പൈ ഇലക്ട്രോണുകളുടെ ഡീലോക്കലൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 4 ടൈപ്പ് സിസ്റ്റങ്ങളെ പരിചയപ്പെടണം. 4 ടൈപ്പ് സിസ്റ്റങ്ങളെ പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കൂ നിങ്ങൾ, സി ഡബിൾ ബോണ്ട് സി സിംഗിൾ ബോണ്ട് സി പ്ലസ്. ഈ സി എന്ന് പറഞ്ഞാൽ എല്ലാം സി തന്നെ ആവണം നിർബന്ധമില്ല, വേറെ ആറ്റങ്ങളും ആവാം. മനസ്സിലായി? സി തന്നെ ആവണം നിർബന്ധമില്ല, വേറെ ആറ്റങ്ങളാവാം. കാർബൺ തന്നെ വേണമെന്ന് നിർബന്ധമില്ല എന്നർത്ഥം. ഇങ്ങനൊരു സ്ട്രക്ചർ. അതേപോലെ തന്നെ കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ, ഇവിടെ സി, ഇവിടെ മൈനസ്. ഓക്കെ, സി ഞാൻ ഉദ്ദേശിക്കുന്നത് കാർബൺ തന്നെ ആവണം നിർബന്ധമില്ല, വേറെ ഏത് ആറ്റം ആയാലും കുഴപ്പമില്ല കേട്ടോ. ഓക്സിജൻ ആയാലും ഇവിടെ സിക്ക് വരെ O ആയാലും കുഴപ്പമില്ല. അതേപോലെ തന്നെ അടുത്തത് ഇപ്പോൾ കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ സിംഗിൾ ബോണ്ട് O, ഇവിടെ ലോൺ പെയർ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ തന്നെ ആവണം നിർബന്ധമില്ല, ലോൺ പെയറുള്ള ആറ്റം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അടുത്തത് ഒരു സി ഡബിൾ ബോണ്ട് സി സിംഗിൾ ബോണ്ട് സി ഡബിൾ ബോണ്ടോ. ആ ഡബിൾ ബോണ്ടോ ആവണം നിർബന്ധമില്ല, വേറെ ഏതെങ്കിലും ആറ്റമാവാം. ഞാൻ ഒരു സ്ട്രക്ചർ വെച്ചാലോ, അതായത് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് അങ്ങനെയുള്ള സ്ട്രക്ചർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു കാര്യം ആദ്യം ഇത് വരക്കുന്നതിന് മുമ്പായിട്ടൊന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഹാലജൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് Cl അല്ലേ, സിംഗിൾ ബോണ്ട് ClBrIF ഏതൊന്ന് ഹാലജൻ. പിന്നെ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് O, ഓക്സിജൻ ബാലൻസ് 2 ആണ്, അതുകൊണ്ട് O എഴുതിയിട്ട് 2 വര വരക്കണം. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി നൈട്രജൻ വരിക, നൈട്രജൻ ആകുമ്പോൾ നൈട്രജൻ്റെ ബാലൻസ് 3 ആണ്, അപ്പോൾ എത്ര 3 വര വരക്കണം. ഓക്കെ, പിന്നെ ഉള്ളത് കാർബൺ. കാർബണിൻ്റെ ബാലൻസ് എത്ര തന്നെയാണ്? 4 തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെയാണ്. ഇനി ഇങ്ങനെ വരച്ചാൽ ക്ലോറിൻ്റെ ബാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്, ഒരു വരയല്ലേ ഉള്ളത്. ഇപ്പോൾ 1 ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുത്തു, ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 ലോൺ പെയർ ഉണ്ടാവും. അപ്പോൾ ഒരു ക്ലോറിൻ ന്യൂട്രൽ ആണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഹാലജൻ ഏതെങ്കിലും ന്യൂട്രൽ ആണെങ്കിൽ എത്ര ലോൺ പെയർ ഉണ്ടാവും? 3 ലോൺ പെയർ. ഓക്സിജന് സിംഗിൾ ബോണ്ട് അല്ലേ ഉള്ളത്, അപ്പോൾ ഓക്സിജൻ്റെ ബാലൻസ് ഇലക്ട്രോൺ എത്ര? 6. അപ്പോൾ അതിൽ എത്ര ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുത്തു? 2. ബാക്കി എത്ര ഉണ്ട്? 4. അപ്പോൾ 2 ഇലക്ട്രോൺ. മനസ്സിലായല്ലോ? അപ്പോൾ ഏത് ക്ലിയർ ആയില്ലേ? ഇപ്പോൾ 2 ലോൺ പെയർ. ഇനി നൈട്രജൻ ആണെങ്കിൽ നൈട്രജനിൽ ആകെയുള്ള ഇലക്ട്രോൺ 5 ഇലക്ട്രോൺ ആണ്. 5 ഇലക്ട്രോണിൽ എത്ര ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുത്തു? 5 ഇലക്ട്രോണിൽ എത്ര ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുത്തു? പറയൂ. 3 എണ്ണം. ബാക്കി എത്ര? 2. അപ്പോൾ ഒരു ലോൺ പെയർ. കാർബണിന് ലോൺ പെയർ ഇല്ല അല്ലേ. അപ്പോൾ ഹാലജൻ ന്യൂട്രൽ ആണെങ്കിൽ എത്ര ലോൺ പെയർ ഉണ്ട്? ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ടൊരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഹാലജൻ വന്നാൽ 3 ലോൺ പെയർ. ഓക്സിജൻ വന്നാലോ 2 ലോൺ പെയർ. നൈട്രജൻ വന്നാലോ 1 ലോൺ പെയർ. കാർബൺ ന്യൂട്രലാണ്, ലോൺ പെയർ ഇല്ല. ഇനി പിന്നീട് ഓർഗാനിക് കെമിസ്ട്രി വരിക ഇങ്ങനെയൊരു കേസാണ്. നോക്കുക, ഡബിൾ ബോണ്ട് Cl പ്ലസ് എന്ന് വരും. അതുപോലെ തന്നെ O ഒരു ഭാഗത്ത് ഡബിൾ ബോണ്ടോ മറ്റേ ഭാഗത്ത് സിംഗിൾ ബോണ്ട് പ്ലസ് ഇങ്ങനെ വരും. പിന്നെ വേറൊന്ന് N, ശരിയല്ലേ? അപ്പോൾ നോക്കുക, പ്ലസ് വരും. പിന്നെ N ഇവിടെ ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഇവിടെ സിംഗിൾ ബോണ്ട് പ്ലസ്. പിന്നെയുള്ളത് ഏതാണ്? കാർബണിന് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ഓർഗാനിക് കെമിസ്ട്രി
ക്ലോറിൻ വന്നാൽ നിങ്ങൾക്കറിയാം ക്ലോറിൻ പ്ലസ് ചാർജ് വന്നാൽ എത്ര ഇലക്ട്രോണേ ബാക്കിയുള്ളൂ? 6. എത്ര വരയുണ്ട്? 2 വര. അപ്പോൾ 2 ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ 6 2 പോയ എത്ര? 4. 4 എന്ന് പറഞ്ഞാൽ എത്ര ലോൺ പെയർ? 2 ലോൺ പെയർ. ശരിയല്ലേ? ഓക്സിജനിൽ ഒരു പ്ലസ് ചാർജ് വന്നാൽ 6 1 പോയ 5 അല്ലേ? 5ൽ എത്ര വരയുണ്ട്? ഓക്കെ, 3 വര. 3 വര എന്ന് പറഞ്ഞാൽ എത്ര? 5 3 പോയ എത്ര? 2. ഇപ്പോൾ 2 എന്ന് പറഞ്ഞാൽ ഒരു ലോൺ പെയർ അല്ലേ? നൈട്രജൻ ആകുമ്പം 5 ഇലക്ട്രോൺ ഉള്ളത്, പ്ലസ് ചാർജ് വന്ന 1 പോയി 4. അപ്പോൾ 4 വരയുണ്ട്, അപ്പോൾ ലോൺ പെയർ ഇല്ല. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇങ്ങനെയാണ് ഹാലജൻ ഓർഗാനിക് കെമിസ്ട്രി പ്ലസ് ചാർജുള്ള വരൽ. ഓക്സിജൻ ഓർഗാനിക് കെമിസ്ട്രി പ്ലസ് ചാർജ് വരൽ ഇങ്ങനെയാണ്. നൈട്രജൻ ഓർഗാനിക് കെമിസ്ട്രി പ്ലസ് ചാർജ് വരൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പ്ലസ് ചാർജുള്ള ഹാലജനിൽ എത്ര ലോൺ പെയർ? 2. ന്യൂട്രലാണെങ്കിൽ എത്രയായിരുന്നു? 3. അപ്പോൾ 3 1 കുറച്ചാൽ പോരെ? ഓക്സിജൻ ശരിക്കും എത്ര ലോൺ പെയർ ഉണ്ടാവുക ന്യൂട്രലാണെങ്കിൽ? 2. ഇപ്പോൾ എത്രയായി പ്ലസ് ചാർജ് വന്നപ്പോൾ? പ്ലസ് ചാർജ് വന്നാലുള്ള സ്ട്രക്ചർ മനസ്സിലായില്ലേ? അപ്പോൾ 1. അപ്പോൾ 2 ഉണ്ടായത് 1 ആയി. നൈട്രജൻ ആകുമ്പോൾ 1 ഉണ്ടായിരുന്നു, അത് 0 ആയി. ഇനി ഇപ്പുറത്ത് ഞാൻ വരക്കാം. ഹാലജൻ മൈനസ് ചാർജുള്ള ഓർഗാനിക് കെമിസ്ട്രിയിൽ ഉണ്ടാവില്ല. ഇൻഓർഗാനിക്കിലെ Cl- ഉണ്ടാവുള്ളൂ കേട്ടോ, ഓർഗാനിക്കിൽ ഉണ്ടാവില്ല. പിന്നെ ഏതാ ഉണ്ടാവുക? O-, സിംഗിൾ ബോണ്ട് O-, പിന്നെ സിംഗിൾ ബോണ്ട് ഏതാണ്? N-, ഇങ്ങനെ ഉണ്ടാവും കേട്ടില്ലേ? ഇതാ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇങ്ങനെ അന്ന് മൈനസ് ചാർജ് ഉണ്ടാവില്ല. O- N-ന് 2 വര. അപ്പോൾ നോക്കുക, ശരിക്കും എത്ര ഓക്സിജൻ ബാലൻസ് ചെയ്യും? 2. അതിൽ ഒരു വരയല്ലേ ഉള്ളൂ, അപ്പോൾ മൈനസ് ചാർജ് വരും. ക്ലിയർ? നൈട്രജൻ എത്ര ബാലൻസ് ചെയ്യും? 3. പക്ഷെ ഒരു വര കുറക്കുക, അപ്പോൾ 2 വര, അപ്പോൾ മൈനസ്. ഇങ്ങനെയാണ് മൈനസ് ചാർജുള്ള നൈട്രജൻ ഉണ്ടാവില്ലേ? അത് നിങ്ങൾ നോക്കിയേ, ഓക്സിജന് ശരിക്കും എത്ര ഇലക്ട്രോൺ? 6. പക്ഷേ മൈനസ് ചാർജ് വന്നാലോ? 7. 7ൽ എത്ര ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുത്തു? 1. ഒരു വര, അപ്പോൾ 6. 6 എന്ന് പറഞ്ഞാൽ എത്ര ലോൺ പെയർ? 3 ലോൺ പെയർ. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഓക്സിജൻ മൈനസ് ചാർജ് വന്നാൽ നിങ്ങൾക്ക് നോക്കാതെ പറയാൻ പറ്റണം എത്ര ലോൺ പെയർ? 3 ലോൺ പെയർ. അതേപോലെ നൈട്രജൻ നോക്കിയേ, നൈട്രജൻ ബാലൻസ് ഇലക്ട്രോൺ എത്ര? 5. മൈനസ് ചാർജ് വന്നാൽ എത്ര? 6. 6ൽ എത്ര ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുത്തു? 2. അതെന്തുകൊണ്ട് 2 പങ്കെടുത്ത്? 2 ബോണ്ട് 2 വര. അപ്പോൾ 6 2 പോയ എത്ര? 4. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ എത്ര ലോൺ പെയർ? 2 ലോൺ പെയർ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഹാലജൻ ന്യൂട്രലാണെങ്കിൽ എത്ര? 3 ലോൺ പെയർ. പ്ലസ് ചാർജ് വന്നാലോ? 2 ലോൺ പെയർ. അതായത് എങ്ങനെ പ്ലസ് ചാർജ് വരുമെന്ന് ഇവിടെ കണ്ടല്ലോ. അതേപോലെ തന്നെ പിന്നെ മൈനസ് ചാർജ് വരില്ല. ഓക്സിജന് ന്യൂട്രലാണെങ്കിൽ 2 ലോൺ പെയർ, പ്ലസ് ചാർജ് വന്നാൽ 1, മൈനസ് ചാർജ് വന്നാൽ 3 അല്ലേ? മൈനസ് ചാർജ് വന്നാൽ 3. നൈട്രജൻ ന്യൂട്രലാണെങ്കിൽ 1, പ്ലസ് ചാർജ് വന്നാൽ 0, മൈനസ് ചാർജ് വന്നാൽ എത്ര? 2. ക്ലിയർ? ഓക്കെ. ഇനി ശ്രദ്ധിക്കുക, ഇനി നമ്മൾ റെസൊണൻസ് എഫക്റ്റ് എന്താണെന്ന് പറയാൻ വേണ്ടി പോകുന്നു. അപ്പം നിങ്ങൾ ഈ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഈ 4 ടൈപ്പ് സ്ട്രക്ചറിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലാണ് റെസൊണൻസ് ഉണ്ടാവൽ. അപ്പോൾ അതിന് വേണ്ടി എന്താ ചോദിച്ചാൽ, ഈ നിങ്ങൾ ഒരു കാർബണിൽ പ്ലസ് ചാർജ് വന്നാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരു കാർബണിൽ പ്ലസ് ചാർജ് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ് പറയാൻ പറ്റുമോ? ഒരു കാർബണിൽ പ്ലസ് ചാർജ് വന്നാൽ ആ കാർബണിൽ ഒരു p ഓർബിറ്റൽ empty ആയി. അതായത് p ഓർബിറ്റൽ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, ആരുടെ കൂടെയോ പോയി. അതാണ് ഏത്? ഈ പ്ലസ് ചാർജുള്ള കാർബൺ. അപ്പോൾ ഒരു പ്ലസ് ചാർജുള്ള കാർബൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഒരു കാർബണിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, അപ്പോൾ ഒരു empty p ഓർബിറ്റൽ ഉണ്ടാവും. ഇനി തൊട്ടടുത്ത് ഒരു ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ C+C കണ്ടില്ലേ നിങ്ങൾ? അങ്ങനെ ഏതെങ്കിലും ഒരു ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇപ്പോൾ കാർബൺ ആണെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു പൈ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഓരോ ഇലക്ട്രോണുള്ള ഓരോ ഇലക്ട്രോൺ വെച്ചിട്ട് അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ തമ്മിൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് വഴി പൈ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, ബോണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ എന്താണ്? ഒരു empty p ഓർബിറ്റൽ ഇങ്ങനെയല്ലേ ഉള്ളത്? അതിൻ്റെ അർത്ഥം ഇതിന് പ്ലസ് ചാർജ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ എന്താ അർത്ഥം പറയും? ഈ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടില്ല ഈ കാർബണിന്. അപ്പോൾ ഈ കാർബണിന് സങ്കടാവൂലേ? അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഈ കാർബൺ ഇതിനെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ബോണ്ട് ഫോം ചെയ്യാൻ പോകും. മക്കളെ നോക്കി, ഈ കാർബൺ ഈ കാർബണിൻ്റെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടില്ല, അത് ആരുടെ കൂടെയോ പോയില്ലേ? അപ്പോൾ പോയപ്പോൾ ഈ തൊട്ടടുത്ത കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലൊരു പൈ ബോണ്ട് ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത കാർബൺ എന്ത് ചെയ്തു? ഇപ്പുറത്തെ കാർബണുമായിട്ടൊരു ബോണ്ട് ഫോം ചെയ്താണ്. തൽക്കാലം അതിനെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ കൂടെ അങ്ങ് ബോണ്ട് ഫോം ചെയ്യാൻ പോകും. അപ്പോൾ അതിൻ്റെ കൂടെ ബോണ്ട് ഫോം ചെയ്യാൻ പോയാൽ ഇത് empty ആയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവർ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് ആവും. ഈ പ്ലസ് ചാർജ് നഷ്ടപ്പെടും. പക്ഷേ ഇവിടെ നിന്ന് ചാർജ് വരും, പ്ലസ് ചാർജ് വരും. അതെങ്ങനെ നമ്മൾ കാണിക്കും? ഏറോ മാർക്ക് വെച്ച് കാണിക്കും. ഈ ഇലക്ട്രോൺ കണ്ടോ? ഏറോ മാർക്ക്, ഫുൾ ഏറോ മാർക്ക് കാണിക്കുക. പകുതി ഏറോ മാർക്ക് കാണിച്ചാൽ ഒരു ഇലക്ട്രോണെ ഷിഫ്റ്റിംഗ് ആവും. മുഴുവൻ ഏറോ മാർക്ക് കാണിച്ചാൽ 2 ഇലക്ട്രോൺ ഷിഫ്റ്റിംഗ് ആവും. അപ്പോൾ ഷിഫ്റ്റിംഗ് ആവും എന്ന് പറഞ്ഞാൽ ഇതിനിടയിലുള്ള 2 ഇലക്ട്രോൺ ഇതിനിടയിലേക്ക് വരും. ഇതിനിടയിലുള്ള 2 ഇലക്ട്രോൺ ഇതിനിടയിലേക്ക് വരും എന്ന് പറഞ്ഞാൽ അർത്ഥം
ഇതിന് ഒരു നഷ്ടമില്ല. കാരണം ഇതിനിടയിൽ 2 ഇലക്ട്രോൺ ഇതിനിടയിലേക്ക് വരുന്ന പറയുമ്പോൾ ഈ കാർബൺ തന്നെയല്ലേ, പക്ഷേ ഇതിനൊരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ ആ ഡയറക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സ്ട്രക്ചർ വരക്കാൻ പറ്റും? നോക്കിയേ, എന്താ സ്ട്രക്ചർ വരക്കാൻ പറ്റുക? ഡബിൾ ഹെഡ് എറോ മാർക്കാണേ, ഡബിൾ ഹെഡ് എറോ മാർക്ക്. ഈ കാർബണിന് എന്ത്, ഈ കാർബണിന് പ്ലസ് ചാർജ്, സിംഗിൾ ബോണ്ട് സി, ഡബിൾ ബോണ്ട് സി, ശരിയല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആലോചിച്ചാൽ വേഗം മനസ്സിലാവും. അപ്പോൾ പൈ ഇലക്ട്രോണിൻ്റെ ഷിഫ്റ്റിംഗ് നടന്നു എന്ന് പറഞ്ഞാൽ ഈ പ്ലസ്, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ വിചാരിച്ചാൽ മതി, ഒരു പൈ ഇലക്ട്രോണിന്, പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ വീക്ക് ബോണ്ട് അല്ലേ. അപ്പോൾ പൈ ഇലക്ട്രോണിൻ്റെ ഒരു വീക്ക്നെസ് ആണ് എന്ത്, പ്ലസ് ചാർജിനെ കണ്ടാൽ നേരെ അവിടത്തേക്ക് തുള്ളൂ. മനസ്സിലായത്? കണ്ട, ഈ പ്ലസ് ചാർജിനെ കാണുമ്പോൾ ഇത് അങ്ങോട്ടേക്ക് വന്നു. പക്ഷേ വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തിയാണെന്ന് ഉറപ്പല്ലേ? കാരണം ഇങ്ങനെ പോയപ്പോൾ ഇതിനെന്ത് ചാർജ് വന്നു? പ്ലസ് ചാർജ് വന്നു. അതത് വിചാരിച്ചില്ല. മനസ്സിലായോ? പക്ഷെ പൈ ഇലക്ട്രോണുകൾക്ക് പ്ലസ് ചാർജിന് ഇഷ്ടമാണ്. ആ ഇഷ്ടപ്രകടനമല്ലേ ഇപ്പം ഡീലോക്കലൈസേഷനിലേക്ക് പോയത്. ഡീലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു സ്ഥലത്തിന് നിൽക്കാത്തത്. പക്ഷേ ഇനി ഇവിടെ പ്ലസ് ചാർജ് കണ്ടോ, ഇവിടെ ഡബിൾ ബോണ്ട് ആയില്ലേ, ഇനി എന്ത് ചെയ്യും? നേരെ ഇത് ഇങ്ങോട്ടേക്ക് വരും, ഇങ്ങോട്ടേക്ക് വന്നാൽ ഇത് കിട്ടും. അപ്പോൾ ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? ക്ലിയർ? അതാണ് ഡീലോക്കലൈസേഷൻ. ക്ലിയർ? ഇനി നിങ്ങൾ ഇവിടെ എന്ത് ചാർജ് ഉണ്ട്? മൈനസ് ചാർജ്. കാർബൺ തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു ആറ്റം മൈനസ് ചാർജ്. നമ്മൾ കണ്ടില്ലേ നേരത്തെ മൈനസ് ചാർജ് വരുന്നത്, O മൈനസ് ഒക്കെ, N മൈനസ് ഒക്കെ കണ്ടില്ലേ? അതേപോലെ മൈനസ് ചാർജ്. മൈനസ് ചാർജ് വന്നു കഴിഞ്ഞാൽ, കാർബണിന് മൈനസ് ചാർജ് വന്നപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി, കാർബണിന് മൈനസ് ചാർജ് വന്നാൽ കാർബണിന് 3 ബാലൻസ് ഉണ്ടാവും, ഒരു മൈനസ് ഉണ്ടാവും. കാർബൺ എത്ര ഇലക്ട്രോൺ ശരിക്ക്? 4. മൈനസ് ചാർജ് വന്നാലോ 5. 5-ൽ എത്ര ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുത്തു? 3. ബാക്കി എത്രയുണ്ട്? 2. അപ്പോൾ ഒരു ലോൺ പെയർ. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, കാർബണിൽ മൈനസ് ചാർജ് വന്നാൽ എപ്പോഴും എത്ര ലോൺ പെയർ ആയിരിക്കും? ഒരു ലോൺ പെയർ ആയിരിക്കും. കേട്ടോ? കാർബണിൽ മൈനസ് ചാർജ് വന്നാൽ എത്ര ലോൺ പെയർ ആയിരിക്കും? ഒരു ലോൺ പെയർ. ഇനി പൈ ഇലക്ട്രോണുകൾക്ക് പോസിറ്റീവ് ചാർജിലല്ലേ ഇഷ്ടം? പൈ ഇലക്ട്രോണുകൾക്ക് ഇലക്ട്രോണുകൾ ഇഷ്ടമാവോ? എടാ, ഒരു ഇലക്ട്രോണിന് ഇലക്ട്രോൺ ഇഷ്ടമാവോ? ഇല്ല. അപ്പോൾ ഇവർ തമ്മിൽ തല്ലുകൂടും. ആ തല്ലുകൂടുന്നത് എങ്ങനെ കാണിക്കും അറിയോ? ഈ ലോൺ പെയർ നേരെ ഇവിടത്തേക്ക് വരും. അപ്പോൾ ഇത് നേരെ ഇങ്ങോട്ട് പോകും. കേട്ടോ? ഇതാ, അപ്പോഴും പൈ ഇലക്ട്രോൺ എന്തായി? ഡീലോക്കലൈസ്ഡ് ആയില്ലേ, ഒരു സ്ഥലത്തിന് നിൽക്കാതായില്ലേ. അപ്പോൾ ഈ ഇലക്ട്രോൺ നേരെ ഇവിടത്തേക്ക് വന്നാൽ ഇവിടെ ഡബിൾ ബോണ്ട് ആവും. അന്നേരം ഈ കാർബണിൻ്റെ ബാലൻസ് അധികമാവും. അപ്പോൾ ഈ പൈ ഇലക്ട്രോൺ നേരെ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ നമുക്ക് എന്താ സ്ട്രക്ചർ കിട്ടുക? സി, ഇവിടെ എന്ത് ചാർജ്? മൈനസ് ചാർജ്. ഇവിടെ സിംഗിൾ ബോണ്ട് സി, ഇവിടെയോ ഡബിൾ ബോണ്ട് സി. കിട്ടിയില്ലേ? ഡബിൾ ബോണ്ട് സി. ഇങ്ങനെ സ്ട്രക്ചർ കിട്ടും. ഓക്കെ? ഇതും എന്താ കാണിക്കുന്നത്? പൈ ഇലക്ട്രോണിൻ്റെ ഡീലോക്കലൈസേഷൻ അല്ലേ? അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ പൈ ഇലക്ട്രോണിന് പോസിറ്റീവ് ചാർജിന് ഇഷ്ടം റെസണൻസിലേക്ക് വന്നു. അതേപോലെ പൈ ഇലക്ട്രോണിനോടുള്ള ഇഷ്ടമില്ലായ്മയും ഡീലോക്കലൈസേഷൻ അഥവാ റെസണൻസിലേക്ക് വന്നു. ക്ലിയർ? ഈ 2 ടൈപ്പ് സ്ട്രക്ചർ ഉള്ള ആണെങ്കിൽ നേരെ ഇതേപോലെ ഏറോ മാർക്ക് വരക്കാൻ പഠിക്കണം. മനസ്സിലായോ? ഇനി നിങ്ങൾ ഇതാണ് സ്ട്രക്ചർ എങ്കിൽ ഇവിടെ O മൈനസ് ഞാൻ എഴുതിയിട്ടില്ല, C മൈനസ് വേണമെങ്കിൽ എഴുതാം, O മൈനസ് എന്ത് വേണമെങ്കിൽ എഴുതാം. കേട്ടോ? അല്ല, ഇവിടെ മൈനസ് ചാർജ് മൂന്നാമത്തെ സ്ട്രക്ചർ അല്ലേ, മൈനസ് അല്ല, ലോൺ പെയർ. O ലോൺ പെയർ. അപ്പോൾ ലോൺ പെയർ വന്നാൽ എന്ത് സംഭവിക്കും? അഗെയിൻ ഈ ഇലക്ട്രോൺ പെയറിന് ഇഷ്ടമാണോ? അല്ല. അപ്പോൾ അവർ തമ്മിൽ തല്ലുകൂടൂലേ? അത്ര സ്ട്രോങ് ആവില്ല എന്ന് മാത്രം. മൈനസ് ചാർജ് ഉള്ളതിൻ്റെ അത്ര സ്ട്രോങ് ആവില്ല എന്ന് മാത്രം. എന്നാലും ഈ ഇലക്ട്രോൺ പെയറാണ്, ഈ പൈ ഇലക്ട്രോൺ ആണ്, ഇവർ തമ്മിൽ തല്ലുകൂട് എന്ന് പറഞ്ഞാൽ അറിയില്ല ഡയറക്ഷൻ. ഇത് നേരെ ഇങ്ങോട്ട് കാണിക്കുക, ഇത് നേരെ ഇങ്ങോട്ട് കാണിക്കുക. മനസ്സിലായോ? ആ ഡയറക്ഷൻ ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ സ്ട്രക്ചർ കിട്ടുക? സി. ഇവിടെ നിന്ന് ചാർജ് വരും, ഇലക്ട്രോൺ വന്നതുകൊണ്ട് മൈനസ് ചാർജ്, ഒരു സിംഗിൾ ബോണ്ടായി. ദെൻ ഇവിടെ എന്ത് ബോണ്ടായി? ഡബിൾ ബോണ്ടോ. പക്ഷേ ഡബിൾ ബോണ്ട് ഇവിടെ നിന്ന് ചാർജ് വരും, പ്ലസ് ചാർജ് വരും. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ സി മൈനസ് ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ സി ന്യൂട്രലായി. കാരണം ഓൾറെഡി മൈനസ് ഉണ്ട്. ഇവിടെ O ലോൺ പെയർ ആണ്. അവിടുന്ന് ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നപ്പോൾ ആ O എന്ത് ചാർജ് വന്നു? പ്ലസ് ചാർജ് വന്നു. പ്ലസ് ചാർജ് വന്നാൽ ഓക്സൈഡിൽ ഒരു ലോൺ പെയർ ഉണ്ടാവുന്ന ഉറപ്പാണ്. അത് നിങ്ങൾ കാണിക്കണ്ട. ഓക്കെ? നേരത്തെ പറഞ്ഞില്ലേ? ഇതാണ് വേറൊരു ഡീലോക്കലൈസേഷൻ്റെ എഫക്റ്റ്. ഇനി വേറൊന്ന് നോക്കിയേ, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്. അത് ഞാൻ ആറ്റം ഓക്സിജൻ ആക്കി മാറ്റാൻ കാരണം ഡയറക്ഷൻ കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. കാർബൺ ആണെങ്കിൽ ഡയറക്ഷൻ പറയാൻ പറ്റില്ല. കിട്ടില്ലേ? അപ്പോൾ നോക്കിയേ, ഏതാ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ്? ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ഡെൽറ്റ മൈനസ്, കാർബണോ ഡെൽറ്റ പ്ലസ്. ഇങ്ങനെയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡബിൾ ബോണ്ടിലുള്ളത് നോക്കി നിങ്ങൾ. ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. സി, സിംഗിൾ ബോണ്ട് സി, ഇവിടെ പൈ ഇലക്ട്രോൺ കണ്ടോ, പൈ ബോണ്ട് ഫോം ചെയ്തില്ലേ? ഇനി സിംഗിൾ ബോണ്ട് സി, സിംഗിൾ ബോണ്ടോ കണ്ടോ, ഈ ഓക്സിജനും ഈ കാർബണും തമ്മിൽ ഓരോ ഇലക്ട്രോൺ. ഇങ്ങനെയല്ലേ പൈ ബോണ്ട് ഫോം ചെയ്ത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? ഇവർ തമ്മിൽ പൈ ബോണ്ട് ഫോം ചെയ്തു, ഇവർ തമ്മിൽ പൈ ബോണ്ട് ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതും അടുത്തടുത്തല്ലേ, ഇവർ തമ്മിൽ ഒരു പൈ ബോണ്ട് ഫോം ചെയ്തൂടെ? മനസ്സിലായോ? അവർ തമ്മിൽ പൈ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഡയറക്ഷൻ നോക്കണം. എങ്ങനെ അറിയോ? ഇവർ തമ്മിൽ പൈ ബോണ്ട് ഫോം ചെയ്താൽ ഇതിൽ ഏതെങ്കിലും ഒരു ആറ്റത്തിന്
പ്ലസ് ചാർജും മറ്റേ ആറ്റത്തിന് മൈനസ് ചാർജും കിട്ടും. അതിൽ ഏതാ മൈനസ് ചാർജ് കിട്ടാൻ പറ്റുന്ന ആറ്റം? ഓക്സിജൻ ആണോ കാർബൺ ആണോ? ഓക്സിജൻ. കാരണം ഓക്സിജൻ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ ഡയറക്ഷൻ അങ്ങനെ കാണിക്കണം. ഇതാ ഇവിടുന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്ന് ഇവിടെ പൈ ബോണ്ടായി, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി, അപ്പോൾ ഈ ഓക്സിജൻ മൈനസ് ചാർജ് വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്താ സ്ട്രക്ചർ കിട്ടുക? ഓക്കെ, എന്താ കിട്ടുക? സി പറയൂ. സിംഗിൾ ബോണ്ട് സി, പിന്നെ ഇവിടെ എന്ത് വരും? ഡബിൾ ബോണ്ട് സി, പിന്നെ സിംഗിൾ ബോണ്ട് CO മൈനസ്. ശരിയല്ലേ? ഇവിടെ മൈനസ്. ഓക്കെ, ക്ലിയർ? ഇതാണ് സ്ട്രക്ചർ കേട്ടോ. ഇവിടെ പ്ലസും. ഓക്കെ, ഇതാണ് റെസൊണൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യെസ്, എന്താണ് റെസൊണൻസ് എഫക്റ്റ് ചോദിച്ചാൽ പറയല്? ഇങ്ങനെ ചെയ്യായി. അതായത് പൈ ഇലക്ട്രോണുകളുടെ ഡീലോക്കലൈസേഷനെ റെസൊണൻസ് എന്ന് പറയും. അതൊരു അൺസാച്ചുറേറ്റ് സിസ്റ്റത്തിലൂടെ, അൺസാച്ചുറേറ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്, അൺസാച്ചുറേറ്റ് സിസ്റ്റത്തിലൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ റെസൊണൻസ് എഫക്റ്റ് അല്ലെങ്കിൽ മീസോമറിക് എഫക്റ്റ് എന്ന് പറയും. കിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ചോദിച്ചേ ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ ഈസ് കോൾഡ് റെസൊണൻസ്. ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ ഈസ് കോൾഡ് റെസൊണൻസ്. Delocalization of pi electron is called resonance. Delocalization of pi electron is called resonance. If the delocalization extend through an unsaturated system, if the delocalization extend through an unsaturated system, it is called resonance effect. It is called resonance effect or mesomeric effect. ഓക്കെ, ഇനി നിങ്ങൾ പിന്നെ 4 ടൈപ്പ് സിസ്റ്റത്തിലാണ് ഏതുണ്ടാവല്? റെസൊണൻസ് എഫക്റ്റ് ഉണ്ടാവല്. നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടി ഒന്ന് പറയാം. ഒരു ഡബിൾ ബോണ്ട് കഴിഞ്ഞ് അടുത്ത ആറ്റം ഏതായാലും ശരി അതിൽ പ്ലസ് ചാർജ്. ഒരു ഡബിൾ ബോണ്ട് കഴിഞ്ഞ് തൊട്ടടുത്ത ആറ്റത്തിൽ തൊട്ടടുത്തതിന് നമ്മൾ ആൽഫ എന്ന് പറയും, പോട്ടെ, തൊട്ടടുത്ത ആറ്റത്തിൽ പ്ലസ് ചാർജ് വരും. എങ്കിൽ നമ്മളതിന് ആ സിസ്റ്റത്തിൽ റെസൊണൻസ് ഉണ്ടാവും. രണ്ടാമത്തെ ഒരു ഡബിൾ ബോണ്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ആറ്റത്തിൽ മൈനസ് ചാർജ്. മൂന്നാമത്തെ ഒരു ഡബിൾ ബോണ്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ആറ്റത്തിൽ ഒരു ലോൺ പെയർ, നെക്സ്റ്റ് ആറ്റത്തിൽ ലോൺ പെയർ. നാലാമത്തെ ഒരു ഡബിൾ ബോണ്ട് കഴിഞ്ഞ് സിംഗിൾ ബോണ്ട് കഴിഞ്ഞ് ഡബിൾ ബോണ്ട്, അതായത് ആൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്. ഈ 4 ടൈപ്പ് സിസ്റ്റത്തിലാണ് എന്തുണ്ടാവല്? റെസൊണൻസ് ഉണ്ടാവല്. കേട്ടില്ലേ? ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. എന്താണ്? സി, ഡബിൾ ബോണ്ട് സി, സിംഗിൾ ബോണ്ട് സി പ്ലസ്. അപ്പോൾ ആദ്യത്തെ കാർബണിൽ 2 വാലൻസി ഫ്രീ, മറ്റേതിൽ ഒരു വര, മറ്റേതിൽ 2 വര അല്ലേ? പ്ലസ് ചാർജിൻ്റെ അടുത്തേക്കല്ലേ? പൈ ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ ഏകദേശം മനസ്സിലായോ? ആരെ ഇഷ്ടമാണ്? പൈ ഇലക്ട്രോണുകൾക്ക് പോസിറ്റീവ് ചാർജിന് ഇഷ്ടമാണ്. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. പൈ ബോണ്ട് പറഞ്ഞാൽ വീക്ക് ബോണ്ട് അല്ലേ? അപ്പോൾ അത് സ്റ്റേബിൾ അല്ല. അപ്പോൾ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ആരെയും കിട്ടുമോ നോക്കും. മനസ്സിലായോ? അപ്പോൾ ഈ പൈ ഇലക്ട്രോൺ നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ ഇത് ബോണ്ട് വരും, സിംഗിൾ ബോണ്ട്. ഇവിടെ പ്ലസ് ചാർജ്, ഇവിടെ ഡബിൾ ബോണ്ട്. ക്ലിയർ? അടുത്തത് എന്താ? സി ഡബിൾ ബോണ്ട് സി, സിംഗിൾ ബോണ്ട് സി മൈനസ്. അത് ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, മൈനസ് ചാർജ് വന്നാൽ പൈ ഇലക്ട്രോണും മൈനസ് ചാർജും കൂടെ ഒക്കൂല. അപ്പോൾ അവർ തമ്മിൽ തല്ലുകൂടും. അപ്പോൾ എന്ത് ചെയ്യും? ഈ മൈനസ് ചാർജിലുള്ള ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വന്ന് ഇത് നേരെ ഇങ്ങോട്ട് പോകും. ഡയറക്ഷൻ മനസ്സിലായല്ലോ? അപ്പോൾ ആ സ്ട്രക്ചർ കിട്ടും. ഇവിടെ സി മൈനസ്, സിംഗിൾ ബോണ്ട് സി, ഡബിൾ ബോണ്ട് സി. ഓക്കെ, നേരത്തെ വരച്ചതാണ്. അടുത്തത് നോക്കിയേ, സി ഡബിൾ ബോണ്ട് സി, സിംഗിൾ ബോണ്ട് O എന്നാൽ ഞാൻ എഴുതിയിട്ടില്ലേ? O എന്നല്ല, N ആയാലും കുഴപ്പമില്ല, ലോൺ പെയറുള്ള ആറ്റം, ന്യൂട്രൽ ആറ്റം. അപ്പോൾ O ലോൺ പെയർ എന്ന് പറഞ്ഞാൽ എത്ര ലോൺ പെയർ? 2. അത് നേരത്തെ വരച്ചല്ലേ? അപ്പോൾ ഇത് നോക്കിയേ, പൈ ഇലക്ട്രോണുകൾ ഇഷ്ടമാണോ? അല്ല. ഇലക്ട്രോൺ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നോ ഡൗട്ട് എന്ത് ചെയ്യുക? നേരെ ഡയറക്ഷനോട് കാണിക്കുക. മനസ്സിലായില്ലേ? ഈ ഡയറക്ഷനിൽ കാണിക്കുക. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ മൈനസ്, ഇവിടെ ഡബിൾ ബോണ്ടോ പ്ലസ്. കിട്ടിയോ? ഓക്കെ, ഇനി അടുത്തത് എന്താ? സി ഡബിൾ ബോണ്ട് സി, സിംഗിൾ ബോണ്ട് സി, ഡബിൾ ബോണ്ടോ, അതായത് ആൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്. ഇതിൽ എൻഡിലുള്ള ഒരാറ്റത്തിന് പ്ലസ് ചാർജും മറ്റേ ആറ്റത്തിന് മൈനസ് ചാർജും കിട്ടും. അതിൽ ഏതിനാണ് മൈനസ് നല്ലത്? ഓക്സിജൻ. കാരണം ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ്. മറ്റേ ഡയറക്ഷനിലേക്ക് നടക്കാം. കിട്ടുമോന്നേ? അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനില്ല. അത് നമുക്ക് കുറച്ചുകൂടെ ഹൈ ലെവലിലേ പഠിക്കാനുള്ളൂ. കിട്ടുമോ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പൈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് ചാർജ് വരും? സി പ്ലസ്, സിംഗിൾ ബോണ്ട് സി, ഡബിൾ ബോണ്ട് സി, സിംഗിൾ ബോണ്ടോ മൈനസ്. കിട്ടില്ലേ? ഓക്കെ, പറഞ്ഞു മനസ്സിലായാലോ? അപ്പോൾ ക്ലിയർ ആയിരിക്കണേ. യെസ്, നമുക്ക്
ഇപ്പോൾ എന്താണ് കുറഞ്ഞ ലെവലിലാകുമ്പോൾ ചെറിയ 1-2 എക്സാമ്പിൾ മാത്രം മതി. കേട്ടില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ CH3COOH ഇതിൽ റെസണൻസ് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിനുകൊണ്ട് എപ്പോഴും ഓർഗാനിക് കെമിസ്ട്രിയിൽ COOH പറഞ്ഞാൽ C ഡബിൾ ബോണ്ട് OH ആണ്, അങ്ങനെ വരക്കാരാണ്. ഓക്കെ, CH3 C ഡബിൾ ബോണ്ട് OH അല്ലേ, OH. ഇതിൽ എത്ര ലോൺ പെയർ ഉണ്ടാവും? ന്യൂട്രൽ ഓക്സിജൻ എത്ര ലോൺ പെയർ ഉണ്ടാവും? 2. കണ്ടില്ലേ? പിന്നെ സംഭവിക്കുക ഇവിടെ നോക്കുക, ഓക്സിജൻ സിംഗിൾ ബോണ്ട് കാർബൺ ഡബിൾ ബോണ്ട് ഓക്സിജൻ. കണ്ടില്ലേ? അതായത് ഒരു ഓക്സിജൻ ഡബിൾ ബോണ്ട് കാർബൺ സിംഗിൾ ബോണ്ട് ഓക്സിജൻ ലോൺ പെയർ. നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഒരു ഡബിൾ ബോണ്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ആരത്തിൽ ലോൺ പെയർ ഉണ്ടായാൽ റെസണൻസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? ഡയറക്ഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ലോൺ പെയറും ഈ പൈ ഇലക്ട്രോണും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് നേരെ ഇങ്ങോട്ട് പോകും, ഇത് ഇങ്ങോട്ട് പോകും. അപ്പോൾ നമുക്കെന്താ സ്ട്രക്ചർ കിട്ടുക? പറഞ്ഞേ. CH3 C ഇവിടെ സിംഗിൾ ബോണ്ട് O-, പിന്നെയോ ഡബിൾ ബോണ്ട് OH+. പക്ഷേ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഈ ചിത്രം വരച്ചതിന് ശേഷം ഇവിടെ എത്ര ലോൺ പെയർ ഉണ്ട് വെച്ചാൽ നിങ്ങൾ എണ്ണൊന്നും വേണ്ട. O- ആകുമ്പോൾ എത്ര ലോൺ പെയർ? 3. അത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് വരച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. O+ ആകുമ്പോൾ എത്ര ലോൺ പെയർ? 1. അത് അണ്ടർസ്റ്റുഡ് ആണ്. അത് നിങ്ങളിനി എഴുതണം നിർബന്ധമില്ല, നിങ്ങൾക്ക് മനസ്സിലുണ്ടായാൽ മതി. കേട്ടോ? അപ്പോൾ ഇതാണ് അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ. നമ്മൾ പഠിച്ചില്ലേ കാനോണിക്കൽ സ്ട്രക്ചേഴ്സ്? ഓക്കെ. ഇനി അതേസമയത്ത് C3CO- ആണെങ്കിലോ അസറ്റേറ്റ് അയോൺ. ഇത് അസറ്റിക് ആസിഡ്, ഇത് അസറ്റേറ്റ് അയോൺ. അസറ്റേറ്റ് കേട്ടോ, അസറ്റേറ്റ് അയോൺ. അസറ്റേറ്റ് അയോണിൽ എന്തായിരിക്കും? റെസൊണൻസ് ഉണ്ടോ ഇല്ലയോ എങ്ങനെ ചെക്ക് ചെയ്യുക? നോക്കുക എല്ലാവരും. C3 C ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് എന്താണ്? O-. ഇതാണ് സ്ട്രക്ചർ. O- എന്ന് എത്ര ലോൺ പെയർ? 3 ലോൺ പെയർ. അതറിയാലോ. ഇനി എന്ത് ചെയ്യും നോക്കിയേ, ഒരാറ്റം ഡബിൾ ബോണ്ട് മറ്റൊരാറ്റം, പിന്നെ അത് കഴിഞ്ഞ് ഡബിൾ ബോണ്ട് കഴിഞ്ഞ നെക്സ്റ്റ് ആറ്റത്തിൽ ലോൺ പെയർ. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച മൂന്നാമത്തെ ടൈപ്പ്. ഇവിടുന്ന് ഇലക്ട്രോൺ എങ്ങോട്ട് വരും? ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് വരും. ഉണ്ടോ? അപ്പോൾ എന്താ സ്ട്രക്ചർ കിട്ടുക? CH3 C ഇതെന്തായി മാറും? O-, C3CO-, പിന്നെയോ ഇത് ഡബിൾ ബോണ്ട് ആവും. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ. ഓക്കെ. പിന്നെ അപ്പോൾ ഇതിൻ്റെ റെസൊണൻസ് വരക്കാൻ പഠിച്ചാലോ? 3. ഇനി അടുത്ത് CH3NO2. ഇതാണ് ചോദിക്കുക, CH3NO2. NO2 എന്ന് പറഞ്ഞാൽ N ഡബിൾ ബോണ്ടോ കോർഡിനേറ്റ് ബോണ്ടോ ആണ്. അത് കുറച്ചുകൂടെ മാറ്റിക്കഴിഞ്ഞാൽ N ഡബിൾ ബോണ്ടോ O- ആണ്. കണ്ടില്ലേ? O-. അപ്പോൾ നമുക്ക് ഇവിടെ CH3 സിംഗിൾ ബോണ്ട് N ഡബിൾ ബോണ്ടോ പിന്നെയോ മൈനസ് ഇവിടെ പ്ലസ് ഉണ്ടോ? പ്ലസ് ചാർജ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നോക്കിയേ, ഒരു ഡബിൾ ബോണ്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ആരത്തിൽ മൈനസ്, ഒരു ഡബിൾ ബോണ്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ആരത്തിൽ മൈനസ്. അപ്പോൾ എത്ര ലോൺ പെയർ ഉണ്ട് ഇവിടെ? 3 ലോൺ പെയറിൽ ഉണ്ട്. അപ്പോൾ ഈ ലോൺ പെയർ നേരെ ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അവിടെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഈ പ്ലസ് ചാർജിന് ഒരു മാറ്റം വരില്ല. കാരണം ഇത് ഇങ്ങോട്ട് വരികയും ചെയ്തു, ഇത് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഈ പ്ലസ് ചാർജിന് മാറ്റം വരില്ല. അപ്പോൾ നമുക്ക് എന്താ സ്ട്രക്ചർ കിട്ടുക? C3N പിന്നെയോ ഇത് സിംഗിൾ ബോണ്ട് O-, ഇതോ ഡബിൾ ബോണ്ടോ. ഈ പ്ലസ് ചാർജിന് ഒരു മാറ്റം ഉണ്ടാവില്ല. കണ്ടില്ലേ? ക്ലിയർ? അടുത്ത ഒരു സ്ട്രക്ചർ നോക്കുക. CH2 ഡബിൾ ബോണ്ട് CHO. കണ്ടില്ലേ? CH2 ഡബിൾ ബോണ്ട് CHO. ഇതിന് റെസൊണൻസ് വരക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം CHO ഗ്രൂപ്പിനെ മാറ്റണം. C ഡബിൾ ബോണ്ടോ H അല്ലേ? C ഡബിൾ ബോണ്ടോ H. അത് വേണമെങ്കിൽ CH ഡബിൾ ബോണ്ടോ എന്ന് എഴുതിയാലും മതി. കണ്ടില്ലേ? നമുക്കറിയാം ഇത് ഡെൽറ്റ പ്ലസ്, ഇതോ ഡെൽറ്റ മൈനസ് അല്ലേ? ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്. കണ്ടില്ലേ? ഡബിൾ സിംഗിൾ ഡബിൾ. ഇപ്പോൾ റെസൊണൻസ് ഉണ്ട്. ഡയറക്ഷൻ ഏത് ഭാഗത്തേക്കാണ് പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുക? ഓക്സിജൻ്റെ ഭാഗത്തേക്കാണോ കാർബണിൻ്റെ ഭാഗത്തേക്കാണോ? ഓക്സിജൻ. എന്താ കാരണം? ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ കാർബൺ. അപ്പോൾ നമുക്ക് നോക്കിയതാ, ഇത് ഈ ഡെൽറ്റ പ്ലസ് അല്ലേ? അപ്പോൾ ഇത് ഇവിടത്തേക്ക് വരും, ഇത് ഇങ്ങോട്ട് വരും. കണ്ടില്ലേ? അപ്പോൾ എന്താ സ്ട്രക്ചർ കിട്ടുക? CH2 പ്ലസ് പിന്നെയോ സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് O-. ഇതാണ് സ്ട്രക്ചർ. ഓക്കെ. ഫൈറ്റ് ക്ലിയർ ആയില്ലേ? CH2 പ്ലസ് സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് O-. അപ്പോൾ റെസൊണൻസ് സ്ട്രക്ചർ വരക്കാനുള്ള ഏതാണ്ട് ഐഡിയ കിട്ടിയോ? ഇനി ഇപ്പം നോക്കിയോ വേറൊരു സ്ട്രക്ചർ. യെസ്, ഇതൊരു സൈക്ലിക് ഹെക്സഗണൽ റിംഗ് ആണ്. ഇപ്പോൾ ഡബിൾ ബോണ്ട്, ദെൻ ഇവിടെ പ്ലസ് കണ്ടോ?
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് റെസൊണൻസ് ഉണ്ടോ ചോദിച്ചാലോ? നോക്കിയേ, ഡബിൾ ബോണ്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ആരത്തിൽ പ്ലസ് ചാർജ് നോക്കുക, ഈ പൈ ഇലക്ട്രോൺ നേരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ റെസൊണൻസ് കിട്ടുക? റെസൊണൻസ് സ്ട്രക്ചർ എന്താ കിട്ടുക? ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി. ഇപ്പോൾ ഇവിടെ പ്ലസ് അല്ലേ, ഇവിടെ എന്ത് ബോണ്ടായി? ഡബിൾ ബോണ്ട് കിട്ടിയോ? ഇനി അപ്പോൾ നിങ്ങൾക്കിനി എങ്ങനെ വേണമെങ്കിലും കണ്ടാൽ വരക്കാൻ പറ്റും. ഇത് ഡബിൾ ബോണ്ട്, ഇത് ഡബിൾ ബോണ്ട്, ഇവിടെ പ്ലസ്. റെസൊണൻസ് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഡയറക്ഷൻ എങ്ങോട്ടാ? ഇങ്ങനെയല്ലേ, ഇത് നേരെ ഇവിടത്തേക്ക് വരും. അപ്പോൾ എന്താ കിട്ടുക? എന്താ കിട്ടുക? ഇത് ഡബിൾ ബോണ്ടാവും, ഇവിടെ പ്ലസ്. ശരിയല്ലേ? ഇവിടെ ഓൾറെഡി ഡബിൾ ബോണ്ടില്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ പൈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാലോ. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യും, വിടില്ലേ? അപ്പോൾ എന്താ കിട്ടുക? ഇപ്പോൾ എക്സ്റ്റെൻഡ് കോഞ്ചുഗേഷൻ എന്ന് പറയും. എന്താ പറയുക? എക്സ്റ്റെൻഡ് കോഞ്ചുഗേഷൻ. ഇവിടെ പ്ലസ് ചാർജ് വരും, അങ്ങനെ പോകും. ക്ലിയർ അല്ലേ? എന്നാലേ ഇപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH പ്ലസ് CH3. ഈ സ്ട്രക്ചറിൽ റെസൊണൻസ് ഉണ്ടോ ഇല്ലയോ? ഇല്ല. എന്താ കാരണം? നോക്കിയേ, ഡബിൾ ബോണ്ട് കഴിഞ്ഞാൽ നെക്സ്റ്റിലല്ലേ പ്ലസ് ചാർജ് ഉണ്ട്, ഇത് നെക്സ്റ്റിലാണോ പ്ലസ്? അല്ല. അപ്പോൾ റെസൊണൻസ് ഇല്ല. കിട്ടില്ലേ? ഓക്കെ. അത്ര ഡെപ്തിലൊന്നും നമുക്ക് പിന്നെ ഇപ്പം ആവശ്യമില്ല. കിട്ടുമോ? കുറച്ച് ഹൈ ലെവലിൽ ചിന്തിക്കുമ്പോൾ അത് പറഞ്ഞു തരും. ഓക്കെ, ക്ലിയർ? യെസ്. മൂന്നാമത്തെ എഫക്റ്റാണ് ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് ഇഫക്റ്റ്. എന്താണ്? ഹൈപ്പർ, HYPR, ഹൈപ്പർ കോഞ്ചുഗേറ്റീവ്, CONJUGATIVE, ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് ഇഫക്റ്റ്. ഓക്കെ, ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റ്. ഇതിനെ വേണമെങ്കിൽ ബേക്കർ നാഥൻ എഫക്റ്റ് എന്ന് പറയും. ബേക്കർ, BAKER, നാഥൻ, NATHAN, ബേക്കർ നാഥൻ എഫക്റ്റ്, അല്ലെങ്കിൽ നോ ബോണ്ട് റെസൊണൻസ്. നോ ബോണ്ട് റെസൊണൻസ് ഇതൊക്കെ പേരുണ്ട്. ഇപ്പോൾ ഹൈപ്പർ കോഞ്ചുഗേഷൻ എന്താണെന്നുള്ള ഐഡിയ ശരിക്കും ശ്രദ്ധിക്കുക. രണ്ട് ടൈപ്പ് സ്ട്രക്ചറിലാണ് ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉണ്ടാവല്. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കുക, യെസ്, CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH2. ഇതൊരു പ്രൊപ്പീൻ അല്ലേ? അപ്പോൾ അത് തന്നെ പറയട്ടെ, ഹൈപ്പർ കോഞ്ചുഗേഷനിൽ ഐഡിയ ഇങ്ങനെ വരുന്നത്, ഒരു കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ കഴിഞ്ഞ് നെക്സ്റ്റ് കാർബൺ, അതിന് ആൽഫ കാർബൺ എന്ന് പറയും, അതിൽ ഹൈഡ്രജൻ. മനസ്സിലായോ? ഒരു കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ കഴിഞ്ഞാൽ നെക്സ്റ്റ് കാർബണിൽ ഹൈഡ്രജൻ, ഇതിന് ആൽഫ കാർബൺ എന്ന് വിളിക്കാം. മനസ്സിലായി? ഫങ്ഷണൽ ഗ്രൂപ്പ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന കാർബണിനെ എപ്പോഴും ആൽഫ കാർബൺ വിളിക്കും. ആ കാർബൺ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ പൈ ബോണ്ടിൻ്റെ പൊതു സ്വഭാവം എന്താണ്? ഇപ്പോൾ കണ്ടത് പ്രകാരം ഫുൾ ടൈം കറങ്ങാൻ പോലല്ലേ. അപ്പോൾ ഈ പൈ ഇലക്ട്രോൺ ഇനി കറങ്ങണ ആൾ വേണ്ടേ, കൂടെ ആൾ വേണ്ടേ? ഇതെന്തെന്നറിയോ? ഈ പൈ ഇലക്ട്രോൺ കറങ്ങാനുള്ള ഒരു സംവിധാനം, 4 ടൈപ്പ് സിസ്റ്റം അല്ലേ റെസൊണൻസിൻ്റെ? ആ 4 ടൈപ്പ് സിസ്റ്റം ഒന്നുമില്ല ഇവിടെ. പക്ഷെ എന്ത് ചെയ്യുന്നറിയോ? ഈ കാർബൺ ആൽഫ കാർബണിലെ H ഉണ്ടോ? ഞാൻ റൗണ്ട് ചെയ്തു, വര റൗണ്ട് ചെയ്ത് എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. അത് സിഗ്മയാണോ പൈ ആണോ? സിഗ്മ ഇലക്ട്രോൺ. ഇത് സിഗ്മ ഇലക്ട്രോണും ഈ ഡബിൾ ബോണ്ടും തമ്മിൽ ഇങ്ങനെ ഒരു റെസൊണൻസ്. അതായത് കാർബൺ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ സിംഗിൾ ബോണ്ട് ഉണ്ടല്ലേ, ആ 2 ഇലക്ട്രോൺ കാർബൺ സിംഗിൾ ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ കാർബൺ ഡബിൾ ബോണ്ടിലുള്ള പൈ ഇലക്ട്രോൺ മറ്റേ കാർബൺ ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ പൈ ഇലക്ട്രോൺ ആരെയും കിട്ടാത്തപ്പോൾ ആരെയും കൂട്ടി കറങ്ങാൻ പോകും? ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിയും കൂട്ടി കറങ്ങാൻ പോകും. മനസ്സിലായോ? പേര് കേട്ടാൽ വളരെ വലിയ കോഞ്ചുഗേഷൻ, മുന്തിയ കോഞ്ചുഗേഷൻ എന്ന് വിചാരിക്കും. അപ്പോൾ തല്ലിപ്പുള്ളി കോഞ്ചുഗേഷൻ അല്ലേ? മനസ്സിലായോ? ആ പാവം ഹൈഡ്രജൻ ആയിട്ട് കാർബൺ ബോണ്ട് ഫോം ചെയ്താണ്. അതിനെ ഒഴിവാക്കിയിട്ട് ആ ഇലക്ട്രോൺ കാർബണുമായിട്ട് കാർബണിൻ്റെ കൂടെ കറങ്ങാൻ പോയത്. അതാണ് ഹൈപ്പർ കോഞ്ചുഗേഷൻ. മനസ്സിലായോ? 2 ടൈപ്പാണ് ഉള്ളത്, അതിൽ ഒന്നാമത്തെ ടൈപ്പ്. മനസ്സിലായോ? അപ്പോൾ ആൽക്കീൻസിൽ ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉണ്ടാവണമെങ്കിൽ ഡബിൾ ബോണ്ട് കഴിഞ്ഞ് നെക്സ്റ്റ് കാർബണായ ആൽഫ കാർബണിൽ H ഉണ്ടാവണം. മനസ്സിലായോ? ആൽഫ കാർബണിൽ കൂടുതൽ H ഉണ്ടെങ്കിൽ കൂടുതൽ ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉണ്ടാവും, കൂടുതൽ ഹൈഡ്രജൻ ആയി പങ്കെടുക്കും, ഹൈഡ്രജൻ ആറ്റം ആ ഹൈപ്പർ കോഞ്ചുഗേഷനിൽ പങ്കെടുക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ടൈപ്പ് സിസ്റ്റത്തിൽ ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ സ്ട്രക്ചർ എന്താണ്? ഞാനൊന്ന് ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. ഹൈപ്പർ കോഞ്ചുഗേഷൻ എഴുതുന്നതിന് മുമ്പായിട്ട് ആദ്യം പ്രൊപ്പീൻ എഴുതിപ്പോയി, അതിന് പകരം ഇതൊന്ന് വരക്കുക കേട്ടോ. CH സിംഗിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട്. ഹൈപ്പർ കോഞ്ചുഗേഷൻ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? C, ഇവിടെ 2 വാലൻസി ഉണ്ടാവും. ഈ H പ്ലസ് ആയിട്ട് അവിടെ തന്നെ നിൽക്കും കേട്ടോ. H+, പാവം H പ്ലസ് ആയിട്ട് അവിടെ നിൽക്കും. എപ്പോൾ? എന്നെങ്കിലും ആ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി ആ കാർബൺ തിരിച്ചു വരുമെന്ന് വിചാരിച്ചിട്ട്. മനസ്സിലായോ അല്ലേ? അപ്പോൾ ഇതാണ് അവിടെ മൈനസ് ചാർജ് വരിക. ഇതാണ് ഹൈപ്പർ കോഞ്ചുഗേഷൻ്റെ സ്ട്രക്ചർ. ക്ലിയർ ആയോ? ഇനി അടുത്തത് നിങ്ങൾ നോക്കുക, ഒരു കാർബണിൽ ഹൈഡ്രജൻ ആറ്റം കണ്ടില്ലേ? ഹൈഡ്രജൻ ആറ്റം തൊട്ടടുത്ത കാർബണിൽ പ്ലസ് ചാർജ്, അതായത്
പ്ലസ് ചാർജ് കഴിഞ്ഞ നെക്സ്റ്റ് കാർബൺ ആൽഫ കാർബണാണ്. ആ ആൽഫ കാർബണിൽ എച്ച് ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയാം? ഇതേപോലെ സംഭവം നടക്കും. എന്താണ് ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു കാർബണിൽ പ്ലസ് ചാർജ് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ആലോചിക്കേണ്ടത്? ഒരു empty p ഓർബിറ്റിലാണ്. ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് ആരുടെ കൂടെയോ പോയ കാർബണിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺ ആരുടെ കൂടെയോ പോയി. അപ്പോൾ ആ empty p ഓർബിറ്റിലാണ് ഏത് കാർബണിൽ ഒരു പ്ലസ് ചാർജ് എന്നാണ് അർത്ഥം. ഇനി എന്ത് ചെയ്താൽ ഈ 2 ഇലക്ട്രോൺ കണ്ടില്ലേ, ഞാൻ റൗണ്ട് ചെയ്തു. ആ റൗണ്ട് ചെയ്ത് 2 ഇലക്ട്രോൺ ഇവിടത്തേക്ക് വരും. ഇതുമായി ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ആ empty p ഓർബിറ്റിലുമായിട്ട് ഹൈഡ്രജനെ പാവത്തിന് അവിടെ തൽക്കാലം അവിടെ ആക്കിയിട്ട് ഈ കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ പോകും. മനസ്സിലായോ? അപ്പോൾ എന്താ സംഭവിക്കുക? പറ. കാർബൺ ഇവിടെ എന്ത് ഈ എച്ച് എന്തായി മാറും? എച്ച് പ്ലസ് ആവും. ഇവിടെ എന്ത് ബോണ്ടാവും? ഡബിൾ ബോണ്ട് സി. കണ്ടോ? ഇങ്ങനെ കിട്ടും. ക്ലിയർ? ഇതും ഹൈപ്പർ കോഞ്ചുഗേഷനാണ്. അപ്പോൾ ഹൈപ്പർ കോഞ്ചുഗേഷൻ നടക്കണമെങ്കിൽ 2 കണ്ടീഷനാണ് പറഞ്ഞേ. ആൽക്കീൻസിലാണെങ്കിൽ ഡബിൾ ബോണ്ട് കഴിഞ്ഞ് നെക്സ്റ്റ് കാർബണായ ആൽഫ കാർബണിൽ എച്ച് വേണം. പിന്നെ പ്ലസ് ചാർജുള്ള കാർബണിൻ്റെ അയോണിനെ കാർബോണിയം അയോൺ എന്ന് വിളിക്കും. കാർബോ കാറ്റയോൺ അല്ലെങ്കിൽ കാർബോണിയം അയോൺ. ഒരു കാർബോ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ കാർബണിൽ എന്ത് ചാർജ് ഉണ്ടാവും? പ്ലസ് ചാർജ്. ആ പ്ലസ് ചാർജുള്ള കാർബണിൻ്റെ തൊട്ടടുത്ത കാർബൺ ആൽഫ കാർബണല്ലേ, ആ ആൽഫ കാർബണിൽ എച്ച് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാർബോ കാറ്റയോണിനും ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റ് എന്താണെന്ന് ഞാൻ എഴുതിത്തരാം. ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റ് സിഗ്മ ഇലക്ട്രോണും പൈ ഇലക്ട്രോണും തമ്മിലുള്ള ഒരു കറക്കമല്ലേ. ആരുടെ സിഗ്മ ഇലക്ട്രോൺ? കാർബൺ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ സിഗ്മ ഇലക്ട്രോണും പിന്നെയോ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൻ്റെ പൈ ഇലക്ട്രോണും തമ്മിലുള്ള കറക്കമാണ് ഇത് ഹൈപ്പർ കോഞ്ചുഗേഷൻ. മനസ്സിലായോ? ഹൈപ്പർ കോഞ്ചുഗേഷനുള്ള 2 ടൈപ്പ്. ഇത് ഒന്ന് ഒരു ന്യൂട്രൽ മോളിക്യൂളായ ആൽക്കീൻസിലുണ്ടാവും. ആൽക്കീൻസിൽ ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉണ്ടാവണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഡബിൾ ബോണ്ട് കഴിഞ്ഞ് നെക്സ്റ്റ് കാർബണായ ആൽഫ കാർബണിൽ എച്ച് ഉണ്ടാവണം. കേട്ടോ? ഡബിൾ ബോണ്ട് കഴിഞ്ഞ് നെക്സ്റ്റ് കാർബണിൽ ആൽഫ കാർബണിൽ എച്ച് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇത് നടക്കൂ, ഹൈപ്പർ കോഞ്ചുഗേഷൻ നടക്കൂ. 2 എന്ത് ആ പ്ലസ് ചാർജുള്ള കാർബണിൽ 2 കാർബോ കാറ്റയോണിൽ പ്ലസ് ചാർജ് ഉണ്ടാവുമല്ലോ. എന്താണ് കാർബോ കാറ്റയോൺ? ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. കാർബണിൽ പ്ലസ് ചാർജ് വന്നാൽ കാർബോ കാറ്റയോൺ എന്ന് പറയും. ആ പ്ലസ് ചാർജുള്ള കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ ആൽഫ കാർബൺ എന്ന് പറയും. ആ ആൽഫ കാർബണിൽ എച്ച് ഉണ്ടെങ്കിൽ ഈ ടൈപ്പ് ഡീലോക്കലൈസേഷൻ ഉണ്ടാവും. മനസ്സിലായോ? ഇത് രണ്ടും ഹൈപ്പർ കോഞ്ചുഗേഷൻ ആണ്. മനസ്സിലായോ? ഹൈപ്പർ കോഞ്ചുഗേഷൻ ഒന്ന് എഴുതി എല്ലാവരും. ദി ഡീലോക്കലൈസേഷൻ ബിറ്റ്വീൻ sigma electrons of CH bond and the delocalization between sigma electrons of CH bond and the delocalization between sigma electrons of CH bond and pi electrons of CC bond. Sigma electrons of CH bond കണ്ടില്ലേ? sigma electrons of CH bond and pi electrons of CC bond or the delocalization between sigma electrons of CH bond. Okay, ഇതല്ലേ CH bond? sigma electrons of CH bond and empty p orbital of carbon carrying positive charge. empty p orbital of carbon carrying positive charge. empty p orbital of carbon carrying positive charge is called hyperconjugation. അല്ലേ? ഞാൻ നേരത്തെ വ്യക്തമാക്കി തന്നതാണ്. ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റ് ഉള്ള 2 എണ്ണം, ഒന്ന് ആൽക്കീനും ഒന്ന് കാർബോ കാറ്റയോണാണ്. ആൽക്കീനിൽ ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ ആൽഫ കാർബണിൽ എച്ച് വേണം. എന്താ ആൽഫ കാർബൺ? ഡബിൾ ബോണ്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന കാർബൺ. ക്ലിയർ? കാർബോ കാറ്റയോണിലും അതേപോലെ പിന്നെ ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉണ്ടാവണമെങ്കിൽ ആൽഫ കാർബണിൽ എച്ച് വേണം. എന്താ അവിടെ ആൽഫ കാർബൺ? പ്ലസ് ചാർജുള്ള കാർബൺ കഴിഞ്ഞ നെക്സ്റ്റ് കാർബണിനെ ആൽഫ കാർബൺ എന്ന് വിളിക്കും. പഠിച്ചോ? ഓക്കെ. ഇനി യെസ് എല്ലാവരും എക്സാമ്പിൾ എഴുതിയേ. ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റ് ഇൻ പ്രൊപ്പീൻ. എക്സാമ്പിൾ എല്ലാവരും എഴുതുക. ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റ് ഇൻ പ്രൊപ്പീൻ. ഓക്കെ. അപ്പോൾ പ്രൊപ്പീനിൽ ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH2 ഇതല്ലേ ആൽഫ കാർബൺ. ഇവിടെ എത്ര എച്ച് ഉണ്ട്? 3 എച്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റ് എഴുതുമ്പോൾ ആ 3 എച്ച് വേർതിരിച്ച് കാണിക്കുക. CH H കണ്ടില്ലേ? ഇത് ആൽഫ കാർബൺ കണ്ടില്ലേ? ഇനി എന്ത് ചെയ്യും? ഇവിടെ സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ. ഈ ഡബിൾ ബോണ്ട് കാർബണിൽ എച്ച് ഒന്നും ഹൈപ്പർ കോഞ്ചുഗേഷൻ ഇല്ലേ? കേട്ടോ? ഡബിൾ ബോണ്ട് കാർബണിൽ ഒരിക്കലും ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉണ്ടാവില്ല. സിംഗിൾ ബോണ്ട് കാർബണിൽ മാത്രമേ എച്ച് ഉണ്ടാവും ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉണ്ടാവും. അതും എന്തായിരിക്കണം? ഡബിൾ ബോണ്ട് കഴിഞ്ഞ നെക്സ്റ്റ് കാർബൺ ആൽഫ കാർബണിൽ എച്ച് ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും? പറ.
ഈ 3 ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട് അല്ലേ? അപ്പോൾ ഈ സിഗ്മ ഇലക്ട്രോൺ നേരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇത് ഇവിടുത്തെ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ സ്ട്രക്ചർ കിട്ടുക? പറഞ്ഞേ. സി എത്ര എച്ച് ബാക്കിയുണ്ട്? 2H. ഈ എച്ച് എന്തായിട്ട് മാറുക? H+. ഇവിടെയോ ഡബിൾ ബോണ്ട് CH. ഇവിടെയോ സിംഗിൾ ബോണ്ട് CH2 മൈനസ്. കിട്ടിയോ? ഇനി നിങ്ങൾ അടുത്തത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും പണിയില്ല, അടുത്ത എറോ മാർക്കൊന്നും കാണിക്കേണ്ട. ഈ എച്ച് മുകളിൽ കാണുന്ന എച്ച് അതേപോലെ എഴുതുക. ഈ എച്ചിന് പോസിബിലിറ്റിയിൽ H+ എഴുതുക, ബാക്കി അതേപോലെ എഴുതുക. ഡബിൾ ബോണ്ട് CH2 മൈനസ്. ഇനി ഒരെണ്ണം കൂടെ എഴുതാൻ പറ്റും. എന്താണ്? സി ഈ 2H അതേപോലെ എഴുതുക. ഈ എച്ച് താഴത്തെ എച്ചിനെ H+ ആക്കുക. ഡബിൾ ബോണ്ട് CH2 മൈനസ്. ക്ലിയർ? ഓക്കെ അല്ലേ? വഴി ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റ് ഇൻ ഈഥൈൽ കാർബോകാറ്റയോൺ. ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റ് ഇൻ ഈഥൈൽ കാർബോകാറ്റയോൺ. ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റ് ഇൻ ഈഥൈൽ കാർബോകാറ്റയോൺ. എതിരെ ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റ് ഇൻ ഈഥൈൽ കാർബോകാറ്റയോൺ. ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റ് ഇൻ ഈഥൈൽ കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞാൽ ഈഥൈൽ കാർബോകാറ്റയോൺ ബ്രാക്കറ്റിൽ CH3 CH2 പ്ലസ് ഓർ C2H5 പ്ലസ്. CH3 CH2 പ്ലസ് അല്ലെങ്കിൽ C2H5 പ്ലസ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ CH2 പ്ലസ് അതിൽ ആ എച്ചിനെ വേർതിരിച്ച് കാണിക്കേണ്ട, അത് പ്ലസ് ചാർജ് കാണിച്ചാൽ മതി. തൊട്ടടുത്ത ആൽഫ കാർബണിൽ 3H ഉണ്ട്, ആ 3Hനെ സിംഗിൾ ബോണ്ട് H എന്ന് കാണിക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോൺ നേരെ ഇവിടുത്തെ ഷിഫ്റ്റ് ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക സ്ട്രക്ചർ? പറഞ്ഞേ. സി ഇത് H+ ആയി, ഇത് സിംഗിൾ ബോണ്ട് H, ഡബിൾ ബോണ്ട് CH2. ആ പ്ലസ് ചാർജ് പോയില്ലേ? ഇനി നിങ്ങൾക്ക് 2 പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. നേരത്തെ വരച്ച പോലെ വരക്കാം. ഇങ്ങനെ വരക്കുക. സി ഇവിടെ H, ഇവിടെ H++, പിന്നെയോ H ഡബിൾ ബോണ്ട് CH2 അല്ലേ? ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. എന്താണ്? സി ഇവിടെ H, ഇവിടെ H+, പിന്നെ ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ഇതാണ് 3 സ്ട്രക്ചർ. ക്ലിയർ? ഇപ്പോൾ ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റിന് ഈഥൈൽ കാർബോകാറ്റയോൺ ക്ലിയർ ആയോ? ഓക്കെ, യെസ്. ഇനി ഈ ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് എഫക്റ്റുമായിട്ട് ബന്ധമുള്ള ഒരു ചെറിയൊരു ഐഡിയ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ടൈപ്സ് ഓഫ് ബോണ്ട് ഫിഷൻ എന്ന് ഹെഡിങ് എഴുതുക. ബോണ്ട് ഫിഷൻ, ടൈപ്സ് ഓഫ് ബോണ്ട് ഫിഷൻ. ബോണ്ട് BOND FISSION, ബോണ്ട് ഫിഷൻ. 2 ടൈപ്പ് ഫിഷനാണ് ഉള്ളത്. അതിലൊന്ന് ഹോമോലിറ്റിക് ഫിഷൻ എന്ന് പറയും. ഹോമോലിറ്റിക് ഫിഷൻ, ഹോമോലിറ്റിക് HOMOLYTIC, ഹോമോലിറ്റിക് ഫിഷൻ FISSION, ഹോമോലിറ്റിക് ഫിഷൻ. ശ്രദ്ധിക്കുക, ഹോമോലിറ്റിക് ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, ഒരു കാർബൺ വേറെ ഏതെങ്കിലും ഒരു ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലോറിൻ ആണെന്ന് വിചാരിക്കാം. ക്ലോറിൻ ഏതും എഴുതാം. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഈ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്ത കാർബൺ ക്ലോറിൻ ബോണ്ടിൽ 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോൺ അവർ ബ്രേക്ക് ചെയ്യുമ്പം അവർ രണ്ടുപേരും തുല്യമായി വീതിച്ചെടുക്കും. അതായത് ഏറോമാർക്ക് കാണിക്കുക, ഇതിൻ്റെ മിഡിൽ നിന്ന് പകുതി ഏറോമാർക്ക് ഇങ്ങോട്ട് കാണിക്കുക, അതുപോലെ മിഡിൽ നിന്ന് പകുതി ഏറോമാർക്ക് ഇങ്ങോട്ട് കാണിക്കുക. കണ്ടോ? പകുതിയാണേ. അപ്പോൾ അങ്ങനെ ഫിഷൻ നടക്കുമ്പോൾ രണ്ടിനും സ്വന്തമായിട്ട് ഓരോ ഇലക്ട്രോൺ കിട്ടിയില്ലേ? തുല്യമായിട്ട് ഓരോ ഇലക്ട്രോൺ കിട്ടിയില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ കിട്ടുക? യെസ്, ഇപ്പോൾ കാർബൺ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും, ഒരു ഇലക്ട്രോൺ കുത്തിട്ടാൽ മതി, പ്ലസ് ക്ലോറിൻ ഒരു ഇലക്ട്രോൺ. ഇതാണ് ഹോമോലിറ്റിക് ഫിഷൻ. മനസ്സിലായോ? തുല്യമായി വീതിച്ചെടുക്കുക. ഒരു കോവാലന്റ് ബോണ്ടിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2 ഇലക്ട്രോൺ. അത് തുല്യമായി വീതിച്ചെടുത്താൽ ഹോമോലിറ്റിക് ഫിഷൻ എന്ന് പറയും. മനസ്സിലായോ? ആ ഹോമോലിറ്റിക് ഫിഷൻ വഴി ഒരു കാർബൺ ആറ്റത്തിൽ ഒറ്റയ്ക്ക് ഒരു ഇലക്ട്രോണുള്ള ഒരു ഇതല്ലേ ഉണ്ടാവുന്നത്, അതിനെ ഫ്രീ റാഡിക്കൽ എന്ന് പറയും. എന്താ പറയുക? ഫ്രീ റാഡിക്കൽ. ക്ലിയർ ആയോ? ആ ഫ്രീ റാഡിക്കലാണ്, ഇതിനെ കാർബൺ ഫ്രീ റാഡിക്കൽ എന്ന് പറയും, ഇതിനെ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ എന്ന് പറയും. പഠിച്ചോ? അപ്പോൾ ഏത് ഫിഷൻ വഴിയാണ് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നത് വെച്ചാലോ? ഹോമോലിറ്റിക് ഫിഷൻ വഴി. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ എന്താ ഹോമോലിറ്റിക് ഫിഷൻ? എന്താണ്? ഇൻ ഹോമോലിറ്റിക് ഫിഷൻ each departing atoms എഴുതിയോ? ഇൻ ഹോമോലിറ്റിക് ഫിഷൻ ഈച്ച് ഡിപ്പാർട്ടിംഗ് ആറ്റംസ് ഗെറ്റ്സ് 1 ഇലക്ട്രോൺ. ഈച്ച് ഡിപ്പാർട്ടിംഗ്, വേർപിരിയുന്ന ആറ്റങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സിമ്പിൾ വേർഡ്സിൽ പഠിച്ചാൽ മതി. ഈച്ച് ഡിപ്പാർട്ടിംഗ് ആറ്റം ഗെറ്റ്സ് 1 ഇലക്ട്രോൺ. ഏതാണ്? ഇതിനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയും. എന്താ പറയുക? ഒരു ഓർഗാനിക് കെമിസ്ട്രിയിൽ യഥാർത്ഥ പ്രോഡക്റ്റിന് മുമ്പേ ഉണ്ടാകുന്നതിനെ ഇൻ്റർമീഡിയറ്റ് എന്ന് വിളിക്കും.
ഇതാണ് ഇൻ്റർമീഡിയറ്റ്. മനസ്സിലായോ? അപ്പോൾ എന്താണ്? ദി ഇൻ്റർമീഡിയറ്റ് ഫോംഡ് ഡ്യൂറിങ് ഹോമോളിറ്റിക് ഫിഷൻ ഈസ് ഫ്രീ റാഡിക്കൽ. ദി ഇൻ്റർമീഡിയറ്റ് ഫോംഡ് ഡ്യൂറിങ് ഹോമോളിറ്റിക് ഫിഷൻ ഈസ് ഫ്രീ റാഡിക്കൽ. The intermediate formed during homolytic fission is free radical. അല്ലേ? ഇനി നെക്സ്റ്റ് ഇത് വരച്ചെടുത്തില്ലേ? ഇത് കാർബൺ ഫ്രീ റാഡിക്കൽ, ഇത് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ. പഠിച്ചോ? ഓക്കെ. പിന്നെ ഇത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്, ട്രൈഗണൽ പ്ലെനാർ ആണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ഹെറ്ററോളിറ്റിക് ഫിഷൻ. രണ്ടാമത്തെ ഹെറ്ററോളിറ്റിക് ഫിഷൻ. HETERO LYTIC ഹെറ്ററോളിറ്റിക് ഫിഷൻ. ഹെറ്ററോളിറ്റിക് ഫിഷൻ എന്ന് പറഞ്ഞാൽ വേർപിരിയുന്ന രണ്ട് ആറ്റങ്ങൾക്കും നേരെ തുല്യമായിട്ടില്ല കിട്ടിയത്. ഇതിൽ ഏതെങ്കിലും ഒരു ആറ്റത്തിന് 2 ഇലക്ട്രോൺ കിട്ടും. ഉദാഹരണം, ഇപ്പോൾ ഈ കാർബൺ സിംഗിൾ ബോണ്ട് Cl ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒറ്റ ഏറോ മാർക്ക്, ക്ലോറിൻ്റെ ഭാഗത്ത് ഒരു ഏറോ മാർക്ക് കാണിക്കുക. കേട്ടില്ലേ? അല്ലെങ്കിൽ ഇപ്പുറം വരക്കാം കാർബൺ Cl, ഏറോ മാർക്ക് കാർബണിൻ്റെ ഭാഗത്തേക്ക് കാണിക്കുക. മനസ്സിലായോ? 2 തരത്തിലാണ്. അപ്പോൾ ക്ലോറിൻ്റെ ഭാഗത്തേക്കാണ് കാണിച്ചെങ്കിൽ കാർബണിൽ പ്ലസ് ക്ലോറിൽ മൈനസ് കിട്ടും. കാർബണിൽ പ്ലസ് പിന്നെയോ ക്ലോറിൽ മൈനസ്. പഠിച്ചോ? അതേസമയത്ത് പിന്നെ കാർബണിൻ്റെ ഭാഗത്തേക്ക് കാണിച്ചെങ്കിലോ കാർബണിൽ മൈനസും ക്ലോറിൽ പ്ലസ്സും കിട്ടും. മനസ്സിലായോ? കാർബണിൽ പ്ലസ് വന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞു കാർബോ കാറ്റയോൺ. കാർബണിൽ മൈനസ് വന്നാൽ കാർബാനയോൺ. കാർബണിൽ മൈനസ് വന്നാൽ എന്താണ്? കാർബാനയോൺ. പഠിച്ചോ? ഓക്കെ. അപ്പോൾ വാട്ട് ഈസ് ഹെറ്ററോളിറ്റിക് ഫിഷൻ? ഇൻ ഹെറ്ററോളിറ്റിക് ഫിഷൻ one of the departing atom gets both shared electrons. One of the departing atom gets both shared electrons. The intermediate formed during heterolytic fission is carbocation and carbanion. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. Arrange the following in the decreasing order of stability. എഴുതുക. CH3CH2 plus, comma CH3CH2 plus എഴുതിയില്ലേ? then next CH3 twice CH plus, അടുത്ത് C3 thrice C plus. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ CH3CH2 പ്ലസ് അല്ലേ ഉള്ളത്, അതിനങ്ങനെ എഴുതാം. പക്ഷേ ആൽഫ കാർബൺ കാണിക്കുക. അടുത്ത് CH പ്ലസ് അതിൻ്റെ കൂടെ CH3 കാണിക്കുക, 2 CH3. ഇത് ആൽഫ കാർബൺ കാണിക്കുക. ഓക്കെ. അടുത്ത് C പ്ലസ് എഴുതുക, അതിൻ്റെ കൂടെ 3 CH3 കാണിക്കുക, 3 CH3 കാണിക്കുക. അപ്പോൾ പ്ലസ് ചാർജിലൂടെ കണക്ട് ചെയ്ത് എത്ര കാർബൺ ഉണ്ടാവും? 3 കാർബൺ. അപ്പോൾ ഇതും ആൽഫ കാർബൺ, ഇതും ആൽഫ കാർബൺ അല്ലേ? ഇവിടെ എത്ര ആൽഫ കാർബൺ ഉണ്ട്? 1. ആൽഫ കാർബണിൽ എത്ര H ഉണ്ട്? 3. അപ്പോൾ ഞാനിവിടെ എഴുതും 3 ഹൈപ്പർ കോൺജുഗേറ്റീവ് ഹൈഡ്രജൻ ആറ്റംസ്. HC എന്ന് എഴുതിയാൽ മതി. ഹൈഡ്രജൻ ആറ്റംസ്. ഇതിൽ എത്ര ഉണ്ട്? ഓക്കെ, ഇത് ആൽഫ അല്ലേ? അപ്പോൾ 3 3 6. അപ്പോൾ 6 ഹൈപ്പർ കോൺജുഗേറ്റീവ് ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ. ഇതിലാണെങ്കിലോ 1 2 3 എണ്ണം ഉണ്ട്. 3ലും 3 വീതമുണ്ട്. അപ്പോൾ 9 ഹൈപ്പർ കോൺജുഗേറ്റീവ് ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ, ക്ലിയർ? ഇനി
കൺസെപ്റ്റ് ഇതാണ്. ഹൈപ്പർ കോൺജുഗേറ്റ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം കൂടും തോറും അതിന് സ്റ്റെബിലിറ്റി കൂടിക്കൊണ്ടുവരും. കാരണം അതിന് ആ ഡീലോക്കലൈസേഷൻ കൂടുതൽ നടക്കാം. മനസ്സിലായതേ? അപ്പോൾ വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റ് ഹൈഡ്രജൻ ആറ്റം സ്റ്റെബിലിറ്റി ഇൻക്രീസസ്. കേട്ടോ? ഹൈഡ്രജൻ ആറ്റം ഹൈപ്പർ കോൺജുഗേഷനുള്ള ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം കൂടുമ്പോൾ അതിന് സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ ടേഷറി ബ്യൂട്ടൈൽ കാർബോകാറ്റോൺ എന്ന് പറയും. ഇത് ഐസോപ്രോപ്പൈൽ കാർബോകാറ്റോൺ, ഇതോ ഈഥൈൽ കാർബോകാറ്റോൺ. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ടേഷറി ബ്യൂട്ടൈൽ കാർബോകാറ്റോൺ ആണ്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് സ്റ്റെബിലിറ്റി ഇൻക്രീസസ്. വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് സ്റ്റെബിലിറ്റി ഇൻക്രീസസ്. എഴുതിയോ? Therefore stability in the decreasing order എഴുതുക. Stability in the decreasing order. C3 thrice C plus greater than C3 twice CH plus greater than C3 CH2 plus. ഓക്കെ. യെസ്. അപ്പം നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ്, റെസണൻസ് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേറ്റീവ് എഫക്റ്റ്, ഇങ്ങനെ 3 എഫക്റ്റ് നമ്മൾ അതിൻ്റെ വളരെ ഡെപ്തിലല്ലെങ്കിലും എന്താണ് ആ എഫക്റ്റ് എന്ന രൂപത്തിൽ ക്ലിയർ ആയിട്ട് മനസ്സിലായോ, പഠിച്ചു. ഇനി നമ്മൾ ഒരു ചെറിയൊരു എഫക്റ്റ് കൂടെ ബാക്കിയുണ്ട്, ഇലക്ട്രോമെറിക് എഫക്റ്റ്. എല്ലാവരും എഴുതിയേ. ELECTRO MERIC. ELECTRO MERIC ഇലക്ട്രോമെറിക് എഫക്റ്റ്. യെസ്. അപ്പോൾ പറയാനുള്ള കാര്യം ഇതാണ്. ഇലക്ട്രോമെറിക് എഫക്റ്റ് നമുക്കൊരു ഉദാഹരണത്തിലൂടെ പഠിക്കാം. ഒരു C ഡബിൾ ബോണ്ട് ഗ്രൂപ്പ് ആയിരിക്കും നമ്മൾ. C ഡബിൾ ബോണ്ട്, ഇത് C ഡെൽറ്റ പ്ലസ് ആണ്, പിന്നെയോ O ഡെൽറ്റ മൈനസ് ആണ്. ഇതൊക്കെ റിയാക്ഷൻ നടക്കുന്നതിനിടയിൽ വരുന്നതാണ്. എന്നാൽ ഈ പാഠത്തിലുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നു, അത്രയേ ഉള്ളൂ. ഒരു എന്ത് ചെയ്യുന്നു? യെസ്, ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. ഒരു H+ എന്ന് പറയുന്ന ഒരു റിയേജൻറ്റ്, അറ്റാക്കിംഗ് റിയേജൻറ്റ് എന്ന് പറയും. എന്താ പറയുക? അറ്റാക്കിംഗ്, ATTACKING, അറ്റാക്കിംഗ് റിയേജൻറ്റ്. അതായത് ആ ഫങ്ഷണൽ ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യുന്ന റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്വഭാവം നഷ്ടപ്പെടും. ഏത് വന്നതിന് ശേഷം? ഈ റിയേജൻറ്റ് വന്നതിന് ശേഷം. അതാണ് ഉദ്ദേശിക്കുന്നത് അറ്റാക്കിംഗ് റിയേജൻറ്റ്. അപ്പോൾ അറ്റാക്കിംഗ് റിയേജൻറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? C ഡബിൾ ബോണ്ട് പോലുള്ളത് അതിൻ്റെ പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യപ്പെടും. എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക? ഓക്സിജനിലേക്ക്. അതെപ്പോഴും ഓക്സിജനിലേക്ക്. എന്താ കാരണം? നേരത്തെ പറഞ്ഞില്ലേ, ഏതാ ഡെൽറ്റ മൈനസ്? ഓക്സിജൻ. അപ്പോൾ ആ പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ കിട്ടുക? C സിംഗിൾ ബോണ്ട് O മൈനസ്, സിംഗിൾ ബോണ്ട് O മൈനസ്. ശരിയല്ലേ? C സിംഗിൾ ബോണ്ട് O മൈനസ്. ഇത് ഡെൽറ്റ പ്ലസ് ആവും, അല്ല സോറി, ഇത് പ്ലസ് ആവും, അത് മൈനസ് ആവും. ക്ലിയർ ആയോ? എന്തിനാണ് ആ പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്ത് വെച്ചാലോ ആ മൈനസ് ആയ ആ സ്ഥലത്തേക്ക് ആര് വരും? ഈ H+ വരും. ക്ലിയർ ആയോ? ഇനി അതേപോലെ തന്നെ വേറൊന്നും കൂടെ ഞാൻ പറയുന്നത് നോക്കുക. C ഡബിൾ ബോണ്ടോ, ഞാനിവിടെ അറ്റാക്കിംഗ് റിയേജൻറ്റ് തന്നെ H+ന് പകരം CN- എന്ന് എഴുതിയിട്ടില്ല, CN-. ഓക്കെ, അതാണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? എഗെയിൻ പൈ ഇലക്ട്രോൺ ഏത് ഭാഗത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്യും? എന്തിനാണ് പൈ ഇലക്ട്രോൺ ഓക്സിജൻ ഷിഫ്റ്റ് ചെയ്ത് കാർബണിൽ നിന്ന് പോയത്? കാരണം ആ കാർബണിൽ എന്ത് ചാർജ് വന്നു? പ്ലസ് ചാർജ്. ആ പ്ലസ് ചാർജുള്ള കാർബണിൻ്റെ അടുത്തേക്ക് CN- വരാം. മനസ്സിലായോ? അപ്പോൾ പൈ ഇലക്ട്രോണിൻ്റെ ഷിഫ്റ്റിംഗ് നടന്നു. ഇനി നിങ്ങൾ ഈ സിസ്റ്റത്തിൽ ഈ H+നെ റിമൂവ് ചെയ്താലോ? അതായത് -H+ ആയി ഉദ്ദേശിച്ചത്. H+നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ തിരിച്ച് തന്നെയായി മാറും. ഈ പൈ ഇലക്ട്രോൺ നേരെ ഇവിടത്തേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യപ്പെടും. കാരണം അതാ സ്റ്റേബിൾ കൂടുതൽ. മനസ്സിലായോ? അപ്പോൾ ഇതന്നെയായി മാറും. അതുപോലെ ഈ CN- റിമൂവ് ചെയ്താൽ ഇതന്നെയായി മാറും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അറ്റാക്കിംഗ് റിയേജൻറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ ഈ ഷിഫ്റ്റിംഗ് ഉള്ളൂ. അതുകൊണ്ട് ഇത് ടെമ്പററി ആണോ പെർമനൻ്റ് ആണോ? ടെമ്പററി. നേരത്തെ നമ്മൾ പഠിച്ച 3 എഫക്റ്റും പെർമനൻ്റ് എഫക്റ്റാണ്. എപ്പോഴും ആ മോളിക്യൂളിൽ ആ എഫക്റ്റ് ഉണ്ട്. മനസ്സിലായോ? റിയാക്ഷൻ നടന്നാലും ഇല്ലെങ്കിലും ആ മോളിക്യൂളിൽ ആ എഫക്റ്റ് ഉണ്ട്. എന്നാൽ ഇതിൽ ആ റിയാക്ഷൻ നടക്കുമ്പോൾ, ആ അറ്റാക്കിംഗ് റിയേജൻറ്റ് വരുമ്പോൾ മാത്രമേ ആ പോളറൈസേഷൻ നടക്കുന്നുള്ളൂ. മനസ്സിലായോ? ഇതാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. അതൊരു ടെമ്പററി എഫക്റ്റാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ഇലക്ട്രോമെറിക് എഫക്റ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പൈ ഇലക്ട്രോൺസ് ടു വൺ ഓഫ് ദി ആറ്റം ഇൻ ദി പ്രസൻസ് ഓഫ്
an attacking reagent അല്ലേ is called എഴുതിക്കോ displacement of pi electrons to one of the atom in the presence of an attacking reagent is called electromeric effect. electromeric effect. ELECTROMERIC electromeric effect. ഇനി ഇതൊരു ടെമ്പററി എഫക്റ്റ് ആണോ പെർമനന്റ് എഫക്റ്റ് ആണോ? ഇതൊരു ടെമ്പററി എഫക്റ്റ് ആണ് അല്ലേ? കാരണം എന്താണ്? ആ ഫങ്ഷണൽ ഗ്രൂപ്പ് നേരത്തെ ഉള്ള പൂർവ്വസ്ഥിതി പ്രാപിക്കും. എപ്പോഴും അറ്റാക്കിംഗ് റിയേജന്റ് റിമൂവ് ചെയ്താൽ കേട്ടോ. യെസ്, ദിസ് ഈസ് എ ടെമ്പററി എഫക്റ്റ്. because the functional group restore its original position. Even when the attacking reagent is removed. Okay, even when the attacking reagent is removed. Clear അല്ലേ? ഇനി ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ് എന്താണ്? രണ്ട് ടൈപ്പ് ഇലക്ട്രോമെറിക് എഫക്റ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത രണ്ട് ടൈപ്പ് ഇലക്ട്രോമെറിക് എഫക്റ്റ് ഉണ്ട്. ഒന്നാമത്തേന് നമ്മൾ പ്ലസ് ഇ ഇഫക്റ്റ് എന്ന് പറയും. പ്ലസ് ഇ, പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ്, പ്ലസ് ഇ ഇഫക്റ്റ്. അപ്പോൾ പ്ലസ് ഇ ഇഫക്റ്റ് ചെയ്തിട്ട് ഇത് വരച്ചാൽ മതി. അപ്പോൾ എന്താ ഈ പ്ലസ് ഇ ഇഫക്റ്റ്? എവിടത്തേക്കാ പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുന്നത്? ഓക്സിജനിലേക്ക്. എവിടത്തേക്കാ അറ്റാക്കിംഗ് റിയേജന്റ് വരിക? ഓക്സിജനിലേക്ക്. കാരണം അവിടെ അല്ലേ മൈനസ് ചാർജ്, എച്ച് പ്ലസ് വരുന്നത് ഓ മൈനസിലേക്കല്ലേ. അങ്ങനെയാണെങ്കിൽ പ്ലസ് ഇ ഇഫക്റ്റ് എന്ന് പറയും. പക്ഷേ ഇവിടെ പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുന്ന ഓക്സിജനിലേക്ക്, പക്ഷേ സി എൻ മൈനസ് ആയ അറ്റാക്കിംഗ് റിയേജന്റ് വരുന്നത് കാർബണിലേക്ക് ആയിരിക്കൂലേ? എന്തുകൊണ്ടാണ് കാർബണിലേക്ക് വരുന്നത്, ഓക്സിജനിലേക്ക് വരാത്തത്? കാരണം ഇത് മൈനസ് അല്ലേ, പൈ പ്ലസിലേക്ക് വരും. പഠിച്ചോ? അപ്പോൾ അങ്ങനെയാണെങ്കിലോ എത്ര ടൈപ്സ് ഓഫ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എഴുതിക്കോ. ടൈപ്സ് ഓഫ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. അതിലൊന്ന് പ്ലസ് ഇ ഇഫക്റ്റ്. Here displacement of pi electron takes place. To those atoms in which the attacking reagent is gets attached, GETS, gets attached, ATTACHED. ഓക്കെ, എന്നിട്ട് ഇത് വരും കേട്ടോ. ഇനി മൈനസ് ഇ ഇഫക്റ്റ്. ഹിയർ displacement of pi electron takes place to one atom. While the attacking reagent gets attached to the other atom. The attacking reagent gets attached to the other atom. ഇവിടെ നോക്കിയേ, ഓക്സിജനിലേക്കല്ലേ പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അറ്റാക്കിംഗ് റിയേജന്റ് ആയ സി എൻ മൈനസ് വരുക എവിടെയാണ്? കാർബണിലേക്ക്. ഓക്കെ, വന്നതായിട്ട് കാണിക്കേണ്ട, വന്നത് കാണിക്കുന്നതൊക്കെ നമുക്ക് പിന്നീട് റിയാക്ഷൻ മെക്കാനിസം പഠിക്കാനുണ്ട്. ഓക്കെ, അടുത്തത് ഇലക്ട്രോഫൈൽ ആൻഡ് ന്യൂക്ലിയോഫൈൽ എഴുതാം. ELECTRO PHILE ഇലക്ട്രോഫൈൽ ആൻഡ് ന്യൂക്ലിയോഫൈൽ.
ClEO, NuClEO, PHILE, ന്യൂക്ലിയോഫൈൽ. ഇലക്ട്രോഫൈൽ ആൻഡ് ന്യൂക്ലിയോഫൈൽ. ഒന്നുമില്ല, ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഫൈൽ, ഫിലിക് എന്ന് പറഞ്ഞാൽ ലവിങ് എന്നാണ്. ഇലക്ട്രോണിനെ ലവ് ചെയ്യുക, ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടുന്നത്. ഇലക്ട്രോൺ എന്ന ചാർജ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇലക്ട്രോണിനെ ആരാ ഇഷ്ടപ്പെടുക? ഒന്നുകിൽ പോസിറ്റീവ് ചാർജ് ഉള്ളത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയ സാധനം. പോസിറ്റീവ് ചാർജ് ഉള്ളതും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിലോ യെസ്, നമുക്ക് എന്ത് പറയാൻ പറ്റും? വാട്ട് ആർ ഇലക്ട്രോഫൈൽസ്? ഞാൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് സ്പീഷീസ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് സ്പീഷീസ് അല്ലേ? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് സ്പീഷീസ് ഓർ എ സ്പീഷീസ് ക്യാരിയിങ് എ പോസിറ്റീവ് ചാർജ് ഈസ് കോൾഡ് ഇലക്ട്രോഫൈൽ. ഇതേ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് സ്പീഷീസ് ഓർ എ സ്പീഷീസ് ക്യാരിയിങ് എ പോസിറ്റീവ് ചാർജ്. A species carrying a positive charge is called electrophile. എഴുതില്ലേ? എക്സാമ്പിൾ പോസിറ്റീവ് ചാർജുള്ള എല്ലാം നിങ്ങൾക്ക് എഴുതാം. എന്താ എക്സാമ്പിൾ പറ? H+, പിന്നെയോ CH3+, പിന്നെ Cl+. ഒക്കെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഉണ്ട് കേട്ടോ. Cl+, പിന്നെ NO2+. ഓക്കെ, NO2+. പോസിറ്റീവ് ചാർജുള്ള ഏത് വന്നാലും ഇലക്ട്രോഫൈൽ തന്നെ. ഇതാ CH3, CO+, ഇതൊക്കെ ഓർഗാനിക് കെമിസ്ട്രി കാണുന്നതാണ്. പിന്നെ അതുപോലെ SO3 ഇലക്ട്രോഫൈലാണ് കേട്ടോ. അതിന് പോസിറ്റീവ് ചാർജ് ഇല്ലെങ്കിൽ സാരമില്ല, ഇലക്ട്രോഫൈലാണ്. ഓക്കെ, ഇതൊക്കെ ഇലക്ട്രോഫൈൽസ് ആണ്. ഇനി ന്യൂക്ലിയോഫൈലോ? ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ലവിങ് ആണ്. ന്യൂക്ലിയസിന് എന്ന ചാർജ് പോസിറ്റീവ് അല്ലേ? അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള സ്ഥലത്തേക്ക് വരല് ഇലക്ട്രോൺ ഉള്ളതല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ലോൺ പെയറുള്ള മോളിക്യൂളിൽ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ലോൺ പെയറുള്ള മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച് മോളിക്യൂൾ എന്നും പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിലോ വാട്ട് ഈസ് എ ന്യൂക്ലിയോഫൈൽ അല്ലേ? വാട്ട് ഈസ് എ ന്യൂക്ലിയോഫൈൽ പറഞ്ഞേ? യെസ്, എ സ്പീഷീസ് വിച്ച് ക്യാൻ donate electron pair. A species which can donate electron pair to an electron deficient carbon. A species which can donate electron pair to an electron deficient carbon. അത്രയും മനസ്സിലാക്കിയത് ഇപ്പം. ഈസ് കോൾഡ് ന്യൂക്ലിയോഫൈൽസ്. എക്സാമ്പിൾ H2O, NH3 ഇതിലൊക്കെ ലോൺ പെയർ ഇല്ലേ? പിന്നെ Cl-, Cn-. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം നെഗറ്റീവ് ചാർജുള്ള എല്ലാം ന്യൂക്ലിയോഫൈലാണ്. ഓക്കെ, എക്സെട്ര. ഇനി നിങ്ങൾ നോക്കിയതാ ഇപ്പം CH3Cn എന്ന് പറഞ്ഞാൽ CH3C ട്രിപ്പിൾ ബോണ്ട് N ആണ്. ഇത് Δ+, ഇതോ Δ-. അപ്പോൾ ഇതിന് ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, ഇതിനോ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ CH3Cn ക്യാൻ ആക്ട് ആസ് ബോത്ത് ഇലക്ട്രോഫൈൽ ആൻഡ് ന്യൂക്ലിയോഫൈൽ. കാരണം ഇതിൽ പ്ലസ് ചാർജ് ഉണ്ട്, ഇവിടെ മൈനസ് ചാർജ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള മോളിക്യൂളിന് രണ്ടും ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഇലക്ട്രോഫൈലായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും, ന്യൂക്ലിയോഫൈലായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ.